വിശ്വാസത്താൽ നമുക്ക് ലഭ്യമാകുന്ന രോഗസൗഖ്യം അത് ദൈവവചനത്തിൻ്റെ ഒരു പ്രാധാന്യമുള്ള വിഷയമാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അതെ, വിശ്വാസത്തോടു കൂടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കുകയും നമ്മളുടെ പാപം ക്ഷമിക്കുകയും ചെയ്യും. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം പൂർണ്ണ ആരോഗ്യവാനും ശക്തിയും കഴിവുമുള്ളവനുമായി സൃഷ്ടിച്ചു. എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അവൻ വീണുപോയി, തകർച്ച അവനെ ബാധിച്ചു. 3 യോഹന്നാൻ അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രിയനെ, എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, സകലത്തിലും ശുഭവും സുഖവുമായിരിക്കാൻ ആണ് ദൈവം നമ്മെ സൃഷ്ടിച്ചാക്കിയത്. എന്നാൽ മനുഷ്യൻ്റെ പരാജയം അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ പാപ്പരത്വം അവനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ നിഷ്കളങ്കനായി പാപരഹിതനായി ജീവിക്കുന്നത് പിശാചൊട്ടും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നത്. നാം ജീവിതത്തിൽ മനസ്സിലാക്കുക, എപ്പോഴും നമ്മെ തകർത്ത് കളയുവാൻ ഉന്നം വയ്ക്കുന്ന ചില അധികാരങ്ങളും അവകാശങ്ങളും നിലനിൽക്കുന്നു. എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദത്തം എന്താണ്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം, നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അതെ, ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും അനുസരിച്ച് ദൈവഹിതപ്രകാരം വിശ്വസ്തയോടെ ജീവിപ്പാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ മിസ്രയീമ്യർക്ക് വന്ന വ്യാധികളൊന്നും നമുക്ക് വരികയില്ല. എന്നാൽ ഇന്ന് നാം ലോകത്തിലേക്ക് ചിന്തിക്കുമ്പോൾ പലവിധ രോഗങ്ങളാലും കഷ്ടങ്ങളാലും അനർത്ഥങ്ങളാലും അപകടങ്ങളാലും വലഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക ദൈവമക്കളെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, ജീവിതത്തിൽ വന്ന വീഴ്ച, ജീവിതത്തിൽ സാഹചര്യങ്ങളിൽ വിശുദ്ധിയിൽ വന്ന പരാജയം, ഇതൊക്കെ പലപ്പോഴും നമ്മെ കുറവുള്ളവരും തകർച്ചയുള്ളവരുമാക്കി തീർക്കുവാനിടയായിത്തീരുന്നു. എന്നാൽ അവൻ നമ്മളുടെ ബലഹീനതകളെ എടുത്ത് നമ്മുടെ വ്യാധികളെ ചുമന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതുപോലെ തന്നെ 1 പത്രോസ് 2:24 നമുക്ക് കാണുവാൻ കഴിയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമുക്ക് പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതെ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് 1 പത്രോസ് 2:24 അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മളുടെ വ്യാധികളെ മുഴുവൻ ചുമന്ന്, നമ്മളുടെ ഭാരങ്ങളെ മുഴുവൻ വഹിച്ച്, നമ്മളുടെ രോഗങ്ങളെ മുഴുവൻ മാറ്റേണ്ടതിന് കർത്താവ് കാൽവറിയിൽ തൻ്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഒഴുക്കി. അത് രോഗത്തിനും പാപത്തിനും പരിപൂർണമായ വിടുതൽ നൽകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റേതാകുന്ന ബലിയായി തീർന്നു. ഇന്ന് നാം മറന്നു പോകരുത്, ഇതിൽ വിശ്വസിക്കുന്ന ഏവനും രോഗസൗഖ്യവും ദൈവം നൽകി തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വസ്തതയിൽ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.